വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ് ഇന്നത്തെ. കുറേ നാളുകൾക്ക് ശേഷം മഴ മാറി വെയിൽ ഉദിച്ചൊരു ദിവസമായിട്ടോ ഇന്നത്തെ. അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പതിവ് പോലെ ഞാൻ എനിക്ക് വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് കുറച്ച് ടൈം വേണം പ്രോസസ്സായിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ണി എനിക്ക് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊതുവേ എനിക്ക് വരാറ്. ഉണ്ണി അമ്മയുടെ ഒപ്പം എനിക്കും. ഞാൻ പിന്നെ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ടൊക്കെ കുറച്ച് നേരം തട്ടിയും മുട്ടിയൊക്കെ ഒരു 10 മണി 9:30 ടൈമിലൊക്കെയാണ് ഞാൻ എനിക്ക് വരാറ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പതിവ് പോലെ തന്നെ ഉണ്ണി നല്ല വാശി പിടിക്കുന്നുണ്ട്. അവൻ എന്തിനാ വാശി പിടിക്കണമെന്നുള്ളത് ഇത് കണ്ടിട്ടും കൂടി എനിക്ക് ഓർമ്മ വരുന്നില്ല ഗൈസ്. എനിക്ക് ഏകദേശം ഒരു ബോധക്ഷയത്തിലിരിക്കുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ. ഇന്നലെ നടന്ന കാര്യങ്ങൾ കൂടി ഇന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് ഇപ്പം എൻ്റെ കറൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ചെസ് നമ്പർ 2 കൊച്ചു. ആളെ കണ്ടില്ലേ? ആൾക്ക് ഉറക്കെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഏത് നേരവും ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് വെച്ച് ബൾബ് പോലെ കിടക്കുക. ഇരുട്ടായാലും കണ്ണിങ്ങനെ ബൾബ് പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അറിയാണ്ടിരിക്കുള്ളൂ. നമ്മൾ അവൻ്റെ അടുത്ത് നിന്ന് മാറിയാൽ നല്ല കരച്ചിലായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ പൊതുവെ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അവൻ എടുത്തിട്ട് വേണം ചെയ്യേണ്ടാവുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആമീൻ്റെ അടുത്തും കൊച്ചിൻ്റെ അടുത്തും കുറച്ച് നേരം കളിച്ചു. പുണ്ണികൾ കളിച്ച് നമുക്ക് റെസ്പോണ്ട് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ പിന്നെ അവരവിടെ സെറ്റാക്കി കിടന്നു. പിന്നെ പുറത്ത് വന്നപ്പോൾ ഉണ്ണി ഇതേപോലെ കിടന്ന് പാൽ കുടിക്കുന്നുണ്ട്. എനിക്ക് ഉണ്ണി എന്ത് ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പാവം തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലാണ് ഉണ്ണിയുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും. അവന് ചെറുപ്പത്തിലേ നമ്മൾ പാലുകൂടി നിർത്തി. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ അവൻ ആദ്യം പാലൊന്നും കുടിച്ചിരുന്നില്ല. പിന്നെ ഉണ്ണികൾക്ക് കുപ്പിയിൽ ഫീഡ് ചെയ്യണ കണ്ടിട്ടാണ് അവനും ഇപ്പോൾ കുപ്പിയിൽ പാല് കുടിച്ചു തുടങ്ങിയത്. ഉണ്ണീനെ നോക്കി നിൽക്കുമ്പോഴേക്കും അടുത്ത ആളെ എനിട്ടിരുന്നു. കണ്ടില്ലേ? അവൻ താഴത്തേക്ക് എടുക്കണ ഉദ്ദേശമില്ല. അവൻ ഒരു 5 മിനിറ്റ് ഉറങ്ങിയെന്ന് കരുതി നമ്മൾക്ക് എടുത്തൊന്ന് മാറി കഴിയുമ്പോഴേക്കും അവൻ കരഞ്ഞ് വിളിച്ച് വീണ്ടും നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം. ആളെന്തൊക്കെ ആയാലും ഉറങ്ങില്ല. ആൾക്ക് രാത്രി 1 to ഉച്ച 1 വരെയാണ് ആളുടെ ഡ്യൂട്ടി. ഈ രാത്രി രാത്രി 1 മണിക്ക് എനിക്കും ഉച്ച 1 മണി വരെ ആളിങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ കണ്ണ് തുറന്നുകൊണ്ടിരിക്കും. അനച്ചാൽ ഉറങ്ങണ്ട, കിടന്ന് കളിച്ചുകൂടെ? അതുമില്ല. അവൻ കരഞ്ഞോണ്ടേ ഇരിക്കും. ഒന്ന് എടുത്തോണ്ടിരുന്ന കുഴപ്പമില്ല, നമ്മൾ നിലത്ത് വെച്ചാൽ അപ്പം കരച്ചിലാവും. രാവിലെ എൻ്റെ തൊട്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എന്നോട് ടിഫിൻ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഉണ്ണീനെ അമ്മ എടുത്തു. അമ്മ എന്തെങ്കിലും ചെയ്യുമ്പോഴും കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കണം. അമ്മേരെ പിന്നാലെ ഉണ്ണി ഉണ്ടാവും. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ടിഫിൻ ഉപ്മാവായിരുന്നു. എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കിപ്പോൾ എന്താവോ ടിഫിന് എനിക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ല കഴിക്കാനായിട്ട്. എങ്ങനെയോ ഒത്തിരി എടുത്ത് 2 വായ കഴിച്ച് നിർത്തി. പിന്നെ ടിഫിൻ എനിക്ക് തൃപ്തി ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ മോർണിംഗിലെ കുറച്ച് പണിയിലോട്ടൊക്കെ കിടക്കുകയാണ്. നമ്മുടെ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാണ്. അപ്പോൾ ജസ്റ്റ് അമ്മയ്ക്ക് ഹെൽപ്പിനെ ഒന്ന് അടിച്ച് വാരിട്ട് കൊടുക്കുക, സോഫയൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പണി ഇന്നത്തെ. വലിയ സന്തോഷമുള്ള പരിപാടിയൊന്നുമല്ല, എന്നാൽ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. ഇത്രയും വർഷം എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ അന്തരീക്ഷമായിരുന്നു. എത്ര സമ്മറാണെങ്കിലും എൻ്റെ വീട്ടിൽ ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് തന്നിരുന്നത് എൻ്റെ വീടിന് ചുറ്റും വലിയ വലിയ മരങ്ങളായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ചൂടായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ കിടക്കാനൊന്നും. പക്ഷേ ഈ വലിയ വലിയ മരങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം മുറിച്ച് കളഞ്ഞു. ഒരു 4 മരവും 2-3 തെങ്ങും കവുങ്ങും ഒക്കെ കുറേ അങ്ങോട്ട് മുറിച്ച് കളയലുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് മരമുറിക്കലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെയായിരുന്നു കുറേ നേരമൊക്കെ. 1 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കൊച്ചു ഡ്യൂട്ടി അവസാനിപ്പിച്ച് അവൻ ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്മയ്ക്കായാലും എനിക്കായാലും ഞങ്ങളുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പം ഞാൻ വേഗം പോയി കുളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ കുളിക്കണേക്കാട്ട് മുൻപ് ഞാൻ ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വിൽവേറെ ടാൻ റിമൂവൽ ഫേസ് മാസ്ക് ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാമെന്നുള്ളത്. എനിക്ക് ഫസ്റ്റൊക്കെ നല്ലതായി തോന്നി. പക്ഷേ ഇപ്പം എനിക്ക് യൂസ് ചെയ്യുമ്പോൾ അത് ഫേസിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊള്ളണ പോലെ തോന്നുന്നു. എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ കവളിൻ്റെ അവിടെയൊക്കെ എനിക്ക് ജസ്റ്റ് അവിടെ ഒരു അങ്ങനെ തരി പോലെ പൊന്തണൊക്കെ പോലെ തോന്നുക. എനിക്കത് ഇത് യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ വന്നുള്ള പ്രശ്നം ഇത് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി യൂസ് ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ ഈ ഫേസ് മാസ്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്, ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഡ്രൈ ആവണില്ല. എത്ര നേരം കഴിഞ്ഞാലും അത് ആ ഒരു വാട്ടർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് നമ്മുടെ ഫേസിലിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ വേഗം പോയി കുളിച്ച് വന്നു, ഫുഡ് കഴിച്ചു. അടുത്തൊരു വലിയ പണിയാണ് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അവന് ഫുഡ് കൊടുക്കുക എന്നുള്ളത് പറയുന്നത് ഒരു വലിയ പണി തന്നെയാണ്. അവനെ നമ്മൾ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ അവന് ഫോൺ അല്ലെങ്കിൽ TV-യിൽ എന്തെങ്കിലും പരസ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. അതും കുറേ നേരം ഒരു 1 hour ഇരുന്നാലാണ് അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെന്ന് വെച്ചാൽ അവൻ വേഗം കഴിച്ചോളും. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അമ്മ പിന്നെ മരമൊക്കെ മുറിക്കല്ലോ, തെങ്ങൊക്കെ മുറിച്ചല്ലോ. അപ്പം നമുക്ക് കുറച്ച് പൂക്കലൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് അതിലൊരു മരുന്നാണ് പൂക്കല കൊണ്ടുള്ള ലേഹ്യം. അപ്പോൾ അതിനായിട്ട് അമ്മ അതിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ 6ാമത്തെ മരുന്നാണ് പൂക്കല കൊണ്ടുള്ള ലേഹ്യം. എനിക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. ഫസ്റ്റ് പ്രസവത്തിലായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു കഴിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് എപ്പോഴും എൻ്റെ വായിലുണ്ട്. എനിക്ക് ചെറുപ്പത്തിലേ ഞാനത് കണ്ടുവെച്ചിട്ടുള്ളതാണ്. പണ്ട് അമ്മയൊക്കെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് അമ്മ കഴിച്ചിരുന്നപ്പോൾ അപ്പോഴേ ഞാനത് നോക്കി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് തന്നിരുന്നില്ല തണ്ടലുറക്കെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ അവസരം ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്കും കൊടുത്തില്ല. അത് ഫുൾ
ഫുള്ള് ഞാൻ തന്നെയാണ് ഇരുന്ന് കഴിക്കണത്. ഇത് നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ നിന്നൊക്കെ പെട്ടിയിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ നമുക്കത് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യം നമ്മൾ ആ പൂക്കലെടുക്കുക. പൂക്കലെടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ തൊലി, അതിൻ്റെ ഈ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു സംഭവം പൊളിച്ച് കളയുക. അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കിട്ടും. അതൊക്കെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അരപ്പ് പോലത്തെ സംഭവമാണ് കിട്ടുക. ഇതിനൊക്കെ ചിലപ്പോൾ ശരിക്കും അതിൻ്റെതായ പേരുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കത് ഇതെന്നൊക്കെ പറയാം, കാരണം എനിക്കതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ 1-ാം പാല് 2-ാം പാല് അതൊക്കെ മിക്സ് ചെയ്യേണ്ട വിധത്തിൽ മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് വീണ്ടും 1-ാം പാല്, അതായത് ഫസ്റ്റത്തെ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. പിന്നെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ട പരുവത്തിന് കിട്ടും. ടേസ്റ്റും ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. അമ്മോട് ഞാൻ പോണക്കാട്ട് മുൻപ് ഒരു വട്ടം കൂടി ഉണ്ടാക്കി തരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സന്ധ്യയൊക്കെ അയക്കുന്ന സമയത്ത് മരമുറിയൊക്കെ കഴിഞ്ഞിട്ട് പണിക്കാരൊക്കെ പോയി. അപ്പോൾ ഇതാണ് കറൻറ്റ്ലി ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ. നമ്മൾ കോമ്പൗണ്ട് വാൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ എല്ലാതും ഇടിഞ്ഞ് തകർന്ന് കിടക്കുകയാണ്. പിന്നെ കുറേ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു. കണ്ടില്ലേ അവസ്ഥ, കണ്ടില്ലേ? ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ അത്രയധികം പേഴ്സണലായിട്ട് അഹങ്കരിച്ചിരുന്ന ഇതാണ്. കാരണം എത്ര വെയിലുണ്ടെങ്കിലും നമ്മുടെ മുറ്റത്ത് ഏത് ഉച്ചയ്ക്കും നിൽക്കാമെന്നുള്ളൊരു പേഴ്സണലായിട്ടുള്ള അഹങ്കാരമൊക്കെ എനിക്കുണ്ടായിരുന്നു. എല്ലാം പോയി കിട്ടി. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കുകയാണ് എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോഴത്തെ. പിന്നെ വെയിറ്റ് ഗെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞോളൂ, അതൊന്നും എനിക്ക് ടെൻഷനില്ല ഇപ്പോൾ. പക്ഷെ എന്നാലും ഒരു ചടപ്പാണ് മൊത്തത്തിൽ. ഈ സംസാരിക്കുന്ന എനർജറ്റിക്കായി ഞാനേ എല്ലാം റിയൽ ലൈഫിൽ. അങ്ങനെ കുറച്ച് നേരം എന്നെ നോക്കിന്ന് മതിയായപ്പോൾ ഞാൻ ഉണ്ണികളുടെ കാര്യമൊക്കെ കിടക്കുകയാണ്. ഉണ്ണീനെ ഞാൻ കൊണ്ടിരുത്തിയിട്ട് അവനെ ഞാൻ ഫീഡ് ചെയ്യാണ്, ബോട്ടിൽ ഫീഡ് ചെയ്യാണ്. കൊച്ചുമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അമ്മ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണി വീട് തല കീഴേ മറച്ച് വെച്ചിട്ടുണ്ടാവും, ആകെ മെസ്സായിരിക്കും. അപ്പോൾ അമ്മ അതൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടി ഉണ്ണി ഒരു ഗ്യാപ്പ് കിട്ടിയ കൊച്ചിന് തലയ്ക്ക് ബോൾ എറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ണിയുടെ മുന്നിൽ വെച്ച് നമുക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല. ആ പണി പിന്നെ അവൻ ഏറ്റെടുത്ത് അവനായിരിക്കും പിന്നെ ആ പണിക്കാരനായിട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ എന്തെങ്കിലും പണി അവനെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് ഇരട്ടി പണിയാക്കി തരും. ഫീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബർപ്പ് ചെയ്യാൻ മറന്നു പോകും. ആമിക്ക് പ്രശ്നമില്ല, പക്ഷേ കൊച്ചുവിന് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ ബർപ്പ് ചെയ്താലും ഗ്യാസ് പോയില്ല കേട്ടോ, അത് വേറെ കാര്യമാണ്. പിന്നെ ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. നൈറ്റിലെ കാര്യങ്ങളൊന്നും അങ്ങനെ കുറേ ഇടൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത് എല്ലാവർക്കും ബൈ.